നെയ്മർ ഫാൻസിന്റെ ഈ ഒരു അവസ്ഥ എന്താ പറയാ, വളരെ സങ്കടമുണ്ട്. കാരണം അത്രയും കാലത്തിന് ശേഷം ബ്രസീൽ സ്ക്വാഡിലേക്ക് നെയ്മർ തിരിച്ചെത്തിയതായിരുന്നു, ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക്. പക്ഷെ വീണ്ടും ഒരു കാഫിനൊരു ഇഞ്ചുറി കിട്ടിയത് കാരണം റെസ്റ്റ് ആയിരിക്കാണ്. 2-3 ആഴ്ചകൾ വേണ്ടി വരും ആ ഒരു ഇഞ്ചുറി മാറി കംപ്ലീറ്റ്ലി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ നെയ്മർ ഫാൻസിന് ആശ്വസിക്കാൻ പറയാം, 2 ആഴ്ച കൊണ്ട് തിരിച്ചെത്തുമല്ലോ. ആ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിൽ എന്തായാലും നെയ്മർ എന്തായാലും ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ നോക്കേണ്ട മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ആൻസലോട്ടിക്ക് ഒരു ചിന്ത വന്നാൽ മതി, നെയ്മറിനെ മാറ്റി പകരം ജാവോ പെഡ്രോ എന്ന ഒരു ചെൽസി താരത്തെ ഉൾപ്പെടുത്താനുള്ള ഒരു തോന്നൽ വന്ന അവിടെ ഒരു പ്രശ്നമായി. രണ്ടാമത്തെ കാര്യം, ബ്രസീലിന് വേൾഡ് കപ്പിന് മുന്നേ 2 ഫ്രണ്ട്ലി മാച്ചസ് ആണുള്ളത്. നമുക്കറിയാം വേൾഡ് കപ്പിന് മുന്നേയുള്ള മാച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ 1 പനാമയ്ക്കെതിരെയും ജൂൺ 7 ഈജിപ്തിനെതിരെയും ബ്രസീൽ കളിക്കുന്നുണ്ട്. ഈ 2 മാച്ചസ് നെയ്മറിന് നഷ്ടമാവും. ഇതിനെല്ലാം ഉപരി ഈ ഒരു വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വാശിയേറിയ മത്സരം, ബ്രസീലിന്റെ ഗ്രൂപ്പ് സിയിലെ ഏറ്റവും വാശിയേറിയ മത്സരം, ബ്രസീൽ വേഴ്സസ് മൊണോക്കോ പോരാട്ടം. ജൂൺ 14 വേൾഡ് കപ്പ് ഗ്രൂപ്പ് സിയിലെ ബ്രസീലിന്റെ ആദ്യത്തെ മാച്ച്, ഈ ഒരു മാച്ച് വരാൻ പോകുന്നത്. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചിൽ ബ്രസീലിന്റെ അങ്ങോട്ടുള്ള വേൾഡ് കപ്പിന്റെ ഭാവിയെ പോലും നിർണ്ണയിക്കുന്ന ആ ഒരു മാച്ച് ഒരു പക്ഷേ നെയ്മറിന് കളിക്കാൻ സാധിക്കില്ല. സോ ഏതായാലും കാത്തിരുന്ന് കാണാം ബ്രസീൽ ടീമിന്റെയും നെയ്മറിന്റെയും ഭാവി എന്തായിരിക്കുമെന്ന്.